നിലമ്പൂരിൽ പോരാട്ടം തുടരുകയാണ്. ഇത്തവണ ചുക്കാൻ പിടിക്കാൻ ഷാഫിക്കും നേതാക്കൾക്കുമൊപ്പം ചാണ്ടി ഉമ്മനുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിനായി പ്രചാരണത്തിൽ എത്താതിരുന്നു എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മനെ ഒഴിഞ്ഞുമാറ്റ നേതാവായി പലരും പച്ചകുത്തിയിരുന്നു. എന്നാൽ ആ ദുഷ്പേര് മായ്ച്ചു കളയാൻ ഇത്തവണ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഷൗക്കത്തിനായി കടകളും വീടുകളും കയറി നിലമ്പൂരുകാരുടെ മനം കീഴടക്കുകയാണ് ചാണ്ടിയുമ്മൻ. അൻവറിനെ കാണാൻ പോയ വീഡിയോ വൈറലായതോടെ സതീശന്റെ കയ്യിൽ നിന്നും ഗറ്റ് ഔട്ട് അടിച്ചു കിട്ടിയതോടെ മാങ്കൂട്ടം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന വേളയിൽ മാങ്കൂട്ടത്തെ സൈഡാക്കിക്കൊണ്ട് ചാണ്ടിയുമ്മൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിലമ്പൂരുള്ളത്. യാതൊരു സംശയവുമില്ല, ഹരിയാന ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഞാൻ ഇന്നലെ 200ഓളം കടകളും വീടുകളും കയറി. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് ടൗൺ ഭാഗത്തെ ഓൾമോസ്റ്റ് കുറേ കടകൾ കയറി. നല്ല ഒരു റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉമ്മ കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അപ്പം ഇന്നും ആൾക്കാർക്ക് അദ്ദേഹം ഒരു വലിയൊരു ഇമോഷനായിട്ട് മനസ്സിലാക്കുക. അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എന്നുള്ളത് ഇതാണ്. ഇവര് നമുക്കറിയാം, മെട്രോയ്ക്ക് തറക്കിലിടുമ്പോൾ ആ മെട്രോയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രവർത്തനം ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചാൽ എനിക്ക് ഒരു 10-50 വർഷം കാണും. അങ്ങനെ ഇവർ രണ്ടുപേരും നിലമ്പൂരിൽ നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ ഒരുമിച്ചുള്ള അടുപ്പവും പ്രവർത്തനവും ഒക്കെ വളരെയധികം എനിക്ക് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ ഇവർ യാത്ര ചെയ്യുകയും അതിൻ്റെ കഥകളൊക്കെ ഒത്തിരി നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയൊരു അടുപ്പം ഇവർ സൂക്ഷിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വന്ന് പ്രവർത്തിക്കാൻ സാധിച്ച് അതേ സന്തോഷം. ഇവിടെ തന്നെ നിൽക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വന്നത്. ഇവിടെ തന്നെ നിൽക്കാനാണ് കാണുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ച് ഇതെൻ്റെ 25ാം വർഷമാണ്. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി വീട് കയറാൻ തുടങ്ങിയിട്ട് 25 വർഷമാണ്. ഞാൻ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ 2000 സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് വീട് കയറുന്നത്. ഇതെൻ്റെ 25ാം വർഷമാണ്. അപ്പോൾ എനിക്ക് ഇത് എന്നെ പാർട്ടി നിയോഗിച്ച് കഴിയുമ്പോൾ ആദ്യമായിട്ടാണ് നിയോഗിക്കുന്നത്. അത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇലക്ഷന് ഞാൻ ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല, ജനം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും ഞാൻ പറയുന്നത് ജനം തീരുമാനിച്ചിരിക്കും, ഭൂരിപക്ഷം ജനങ്ങൾക്ക്.